ഇനി നമുക്ക് പോവേണ്ടത് ഭാരതീയ പൈതൃകത്തിലെ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാർ, ആയിരക്കണക്കിന് വിഷയങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതി നമുക്ക് തന്നു എന്ന് പറഞ്ഞല്ലോ. ശ്രദ്ധിക്കുക, നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പോലും രാമായണം ഒരു ഗ്രന്ഥാണെന്നാണ്. അല്ല, കേരളത്തിൽ തന്നെ പ്രൊഫസർ ലീലാവതി എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിള്, ഒരു ലേഖനത്തിന് മറുപടിയായിട്ട് മാതൃഭൂമി പത്രത്തിൽ വേറെ ചിലരെഴുതി 200-ൽ പരം രാമായണം കേരളത്തിലുണ്ട്. 300-ഓളം രാമായണം തമിഴിലുണ്ട്. അതിൽ കമ്പരാമായണം അതുമാതിരിയുള്ളതെല്ലാം. ആന്ധ്രയിലാണെങ്കിൽ ധാരാളം രാമായണം 400-ഓളം ഉണ്ട്. അതിൽ എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു കുശവ സ്ത്രീയാണ് ആ രാമായണത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രാമായണം എഴുതിയിരിക്കുന്നത് എന്ന് വിവരിക്കേണ്ടായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാമായണം പോലും ഒരു ഗ്രന്ഥമല്ല, അത് തന്നെ പല 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 വേർഷൻസ് ഉണ്ട് എന്ന് നമ്മൾ അറിയണം. പിന്നെ മഹാഭാരതത്തിൽ എത്രയാ വേർഷൻസ് ഉള്ളത്? അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ വേദങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഋഗ്വേദം 25 ശാഖകളാണ് ഉള്ളത്. അതിൽ ഭാരതീയ ഗ്രന്ഥങ്ങളിലെ ഋഗ്വേദം 25 ശാഖകൾ: ശാകല ശാഖ, ഭാഷ്കള ശാഖ, സാങ്ക്യായന ശാഖ, കൗശീതകി ശാഖ. ഇത് 4 ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളതുള്ളൂ. ബാക്കിയുള്ള 10-21 അപ്രത്യക്ഷമായി എന്ന് തോന്നുന്നു. യജുർവേദത്തിൽ 108 ശാഖകളാണുള്ളത്. അതിൽ 35-ഓളം ഇപ്പം അവൈലബിൾ ആണ്, ബാക്കിയുള്ളത് നഷ്ടമായി. ഇത്രയും അധികം ശാഖകളുള്ള യജുർവേദത്തെ, ശാഖകൾ എന്നുള്ളത് കൊണ്ട് ഇംഗ്ലീഷിൽ പറയുക റിസൻഷൻസ് എന്നാ പറയുക. ഇപ്പം യജുർവേദത്തിൽ ഇത്രയും അധികം ശാഖകൾ ഉള്ളതിൽ കുറേ നഷ്ടപ്പെട്ടു. ഇത്ര ശാഖകൾ ഉള്ളത് കൊണ്ട് തന്നെ യജുർവേദത്തിന് യജുർവേദ വൃക്ഷം എന്നാ പറയുക. സാമവേദത്തിൽ 1000-ലധികം ശാഖകളുണ്ട്. അതിൽ 10-12 മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അഥർവവേദത്തിൽ 52 ശാഖകളുണ്ട്. ഇതിൽ വളരെ വിരളമായിട്ടേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ഇത്രയും ഞാൻ പറഞ്ഞത് ഒരു ഗ്രന്ഥം പോലും ഒരു പുസ്തകമല്ല. അനവധി വ്യക്തികൾ അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ ആകത്തുകയാണ് ആ പർട്ടിക്കുലർ ഗ്രന്ഥം പോലും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം, കുറെ കൂടി ഗഹനമായിട്ട് വിഷയത്തിലേക്ക് കിടക്കാം. ഇത്രയും അധികം ഗ്രന്ഥങ്ങൾ എന്തിനാണ് എഴുതിയത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. ഒരു ഗ്രന്ഥത്തിലൂടെ മനുഷ്യരാശിക്ക് ആവശ്യമായിട്ടുള്ളത് കൊടുക്കാൻ സാധ്യമല്ല. ഒരു ആചാര്യൻ വിചാരിച്ചാലും മനുഷ്യരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം കൊടുക്കാൻ സാധ്യമല്ല. ഒരു കാലഘട്ടത്തിൽ എഴുതിയ ഗ്രന്ഥം എല്ലാ കാലഘട്ടത്തിലേക്കും അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും വരുത്താതെ ഉപയോഗിക്കാൻ സാധ്യമല്ല. ഒരു വിഷയമല്ല മനുഷ്യന് താല്പര്യമുള്ളത്, അനവധി വിഷയങ്ങൾ മനുഷ്യന് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഗ്രന്ഥങ്ങൾ ഉണ്ടായത്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പൊ അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലും ഞാൻ കുറെ കാലം ഉണ്ടായിരുന്നു. യൂറോപ്പിൽ പോയിട്ടില്ല, മറ്റ് രാജ്യങ്ങളിൽ. അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പള്ളിയിലേക്ക് പോകാൻ ആരുമില്ല. എത്ര പള്ളികളാണെന്നറിയാമോ ലേലം വിളിക്കുന്നതും അല്ലെങ്കിൽ വിൽക്കുന്നതും. ഈ ഒരു 3-4 മാസം 2015 ജൂൺ മാസത്തിൽ ഞാൻ ഈ ലണ്ടനിലേക്ക് പോവേണ്ടായി. എനിക്ക് അത്ഭുതം തോന്നിയത്, ഞാൻ താമസിക്കുന്ന റോട്ടിൽ, ഞാൻ താമസിച്ചിരുന്ന ആ സ്ട്രീറ്റിൽ തന്നെ 6-7 പള്ളികൾ വിൽക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്, ഡിസ്പോസലിനായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫോർ സെയിൽ എന്ന് പറഞ്ഞ. അങ്ങനെ ആയിരക്കണക്കിന് പള്ളികൾ വിൽക്കാനിട്ടിരിക്കുന്നു. പള്ളിയിലേക്ക് പോകാൻ ആരുമില്ല. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? വളരെ ലളിതമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പുസ്തകമേ ഉള്ളൂ ക്രിസ്ത്യാനികൾക്ക്. ആ പുസ്തകം LKG-കാർക്കും അത് തന്നെയാണ്, LKG പഠിച്ചവർക്കും അത് തന്നെ ഉള്ളൂ. 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളവനും ആ പുസ്തകമേ ഉള്ളൂ. MA പഠിച്ചവനും ആ പുസ്തകമേ ഉള്ളൂ. IAS-കാരനും ആ പുസ്തകമേ ഉള്ളൂ. PhD ഉള്ളവനും ആ പുസ്തകമേ ഉള്ളൂ. ജീവിതത്തിലെ ഏത് അക്കാഡമിക് ലെവല്, ഇൻ്റലക്ച്വൽ ലെവല്, സോഷ്യൽ ലെവല്, സൈക്കോളജിക്കൽ ലെവല്, ഇത് മാറുന്നതിനനുസരിച്ച് പുസ്തകങ്ങൾ മാറണില്ല, മാറേണ്ടതാണ്. ആലോചിക്കുക, 4ാം ക്ലാസ്സിലെ കെമിസ്ട്രി തന്നെ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി ആയിട്ട് പഠിപ്പിച്ചാലോ? BSc-ക്കും MSc-ക്കും 4ാം ക്ലാസ്സിനും ഒരേ കെമിസ്ട്രി പുസ്തകം പഠിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും? അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആത്മീയതയായാലും എത്ര മഹത്വമേറിയ കാര്യമാണെങ്കിലും ഓർമ്മിക്കാനുള്ളത് ശരിക്ക്
ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച്, അക്കാഡമിക് ലെവൽ കൂടുന്നതിനനുസരിച്ച്, സോഷ്യൽ ലെവൽ കൂടുന്നതിനനുസരിച്ചിട്ട്, സൈക്കോളജിക്കൽ ലെവൽ കൂടുന്നതിനനുസരിച്ച് പുസ്തകത്തിൻ്റെ ലെവല് മാറണം. പുസ്തകത്തിൻ്റെ ലെവൽ മാറണം. ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂള്, പ്രീ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, ഈ ലെവലൊക്കെ മാറണം. അത് ഭാരതത്തിൽ സാധ്യമാണ്. മറ്റൊരു മതത്തിലും അതില്ല. അപ്പൊ ഇസ്ലാം മതത്തിന്റെ കാര്യം, ഇസ്ലാം മതത്തിന്റെ റിജിഡിറ്റി നോക്കാം. അവിടെ ബോംബ് ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങളാണ്, ബോംബ് ഇടുന്നത് മുസ്ലിം പള്ളിയിലാണ്, മരിക്കുന്നത് മുസ്ലിങ്ങളാണ്, പോലീസുകാർ മുസ്ലിങ്ങളാണ്, ഭരണാധികാരികൾ മുസ്ലിങ്ങളാണ്, അഡ്വക്കേറ്റ് മുസ്ലിങ്ങളാണ്, ജഡ്ജി മുസ്ലിങ്ങളാണ്. പിന്നെ ഷിയായും സുന്നിയും തമ്മിലാണ് കൊല്ലുന്നത്. ഷിയായും സുന്നിയും അഹമ്മദിയായും തുടങ്ങിയ 13 വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് ഒരു പ്രവാചകൻ, ഒരു അല്ലാഹു, ഒരു ഖുറാൻ, ഒരു കാബ, ഒരു ചന്ദ്രകലയും നക്ഷത്രവും. എന്നിട്ടും അവർ കൊല്ലുന്നത് എന്താ? വൈവിധ്യമാർന്ന ചിന്താധാരകൾക്ക് അവിടെ അവസരമില്ല. ഒറ്റ പുസ്തകം, അത് മാത്രമേ വായിക്കാവൂ, അത് മാത്രമേ പഠിക്കാവൂ. അതനുസരിച്ച് ഇഷ്ടം മാതിരി ഓരോ മൗലവിമാർ പറഞ്ഞു കൊടുക്കുന്നത് അവർ ഫോളോ ചെയ്യുന്നു. അതിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള പുസ്തകങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പറ്റിയതാണ് ഈ തരത്തിലുള്ള ഒരവസ്ഥ. ഇതുപോലെ തന്നെ നോക്കാം. ഇപ്പോൾ ഒരു പുസ്തകത്തിന് പകരം അനവധി വൈവിധ്യമാർന്ന പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ ചിലർക്ക് താല്പര്യം പുരാണങ്ങളായിരിക്കും, ചിലർക്ക് താല്പര്യം മഹാഭാരതമായിരിക്കും, ചിലർക്ക് താല്പര്യം രാമായണമായിരിക്കും, ചിലർക്ക് സംഗീതമായിരിക്കും യേശുദാസിനെ പോലെ, ചിലർക്ക് ആയുർവേദമായിരിക്കും, ചിലർക്ക് ധനുർവേദം, ചിലർക്ക് എക്കണോമിക്സ് അർത്ഥശാസ്ത്രമായിരിക്കും, ചിലർക്ക് സ്ഥാപത്യവേദം, ചിലർക്ക് ഭാഷാശാസ്ത്രം, ചിലർക്ക് മാത്തമാറ്റിക്സ്, ചിലർക്ക് അസ്ട്രോണമി. ഇപ്പോൾ അസ്ട്രോണമിയും മാത്തമാറ്റിക്സും ആവശ്യമുള്ളവർക്ക് ജ്യോതിഷത്തിലേക്ക് പോകാം, ഭാഷാശാസ്ത്രം ആവശ്യമുള്ളവർക്ക് ശൗനക ശിക്ഷ, അതുപോലെ തന്നെ യാസ്കാചാര്യൻ്റെ നിരുക്തത്തിലേക്ക്, പിങ്കളാചാര്യൻ്റെ ചന്ദ്രശാസ്ത്രത്തിലേക്ക് പോകാം. പിന്നെ വേദത്തിൽ ആവശ്യമുള്ളവർക്ക് അങ്ങനെ, യാഗകർമ്മങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ശ്രൗതസൂത്രത്തിൽ പോവാം, രാഷ്ട്രഭരണം താല്പര്യമുള്ളവർക്ക് ധർമ്മശാസ്ത്രത്തിലേക്ക് പോകാം, ഗൃഹസ്ഥ ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ടവർക്ക് ഗൃഹ്യസൂത്രത്തിലേക്ക് പോകാം. ഇപ്പോൾ വൈവിധ്യമാർന്ന ഗ്രന്ഥങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഫലങ്ങളുണ്ട്, അതിൻ്റെ റിസൾട്ടും റിവാർഡും ഇവിടെ ഉണ്ട്. പക്ഷെ അതെല്ലാം അവിടെ ഇരിക്കട്ടെ, സാധാരണക്കാരുടെ കാര്യത്തിൽ നമുക്കെടുക്കാം, സ്പെഷ്യലിസ്റ്റിൻ്റെ കാര്യം നമുക്കെടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5 ലെവലാണ് ഉള്ളത്. ഞാൻ കുറച്ച് മുമ്പ് പറയേണ്ടായി, കഥകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും, കഥകളും അനുഭവങ്ങളും ചേർത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മഹാഭാരതം, പിന്നെ കഥകളില്ലാതെ അനുഭവങ്ങൾ മാത്രം ചേർത്ത് പറഞ്ഞു കൊടുക്കുന്ന വാൽമീകി രാമായണം, പിന്നെ കഥകളും വ്യക്തി അധിഷ്ഠിത അനുഭവങ്ങളും ഇല്ലാതെ ഉപദേശങ്ങൾ കൊടുക്കുന്ന വേദങ്ങൾ, അതിൻ്റെ മുകളിലേക്ക് പോയാൽ ജീവിത യാഥാർത്ഥ്യങ്ങൾ വിവരിക്കുന്ന ഉപനിഷത്തുക്കൾ. അപ്പോൾ എക്കണോമിക്കലി, അക്കാഡമിക്കലി, ഇൻ്റലക്ച്വലി, സോഷ്യലി നമ്മുടെ സ്റ്റാറ്റസ് ഉയരുന്നതിനനുസരിച്ച് പുസ്തകങ്ങളിൽ അടിമുടി മാറ്റം വരികയാണ്. ഇപ്പം ഈ ഉപനിഷത്തുക്കൾ സാധാരണക്കാരെ കേൾപ്പിച്ചാൽ അവർക്ക് ഒരു ചുക്കും മനസ്സിലാവില്ല. സാധാരണക്കാരെ വേദം കേൾപ്പിച്ചാലും അവർക്കൊന്നും മനസ്സിലാവില്ല. ഒരുപക്ഷെ അവർ വേദം ചാൻഡ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ സാധാരണക്കാർക്ക് പുരാണം മനസ്സിലാവും. ആ പുരാണത്തിലെ കഥ അസാധാരണക്കാരായിട്ടുള്ള ഇൻ്റലക്ച്വലി ഹൈ ലെവലിലുള്ളവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം അവർക്ക് അറിയാം ഇത് കഥയാണ് എന്നുള്ളത്. അപ്പം ഇനി നമുക്ക് പുരാണത്തെക്കുറിച്ചൊന്ന് നോക്കാം. ശരിക്കും പുരാണത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ എല്ലാവരും അറിയണം, പുരാണത്തിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ശുദ്ധ കഥകൾ, പിന്നെ ആ കഥാപാത്രങ്ങളുടെ അനുഭവങ്ങൾ, പിന്നെ കഥാപാത്രങ്ങൾ പരസ്പരം കൊടുക്കുന്ന ഉപദേശങ്ങൾ. അപ്പം ശരിക്കും പുരാണം എന്ന് പറയുന്നത് കഥായിമാസ്തേ കഥിതാമഹീയസാം വിധായ ലോകേഷു യശപ്പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നത് പരമാർത്ഥ്യം. ഈ പുരാണങ്ങൾ വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ, സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രബോധമുണ്ടാക്കാനും വൈരാഗ്യമുണ്ടാക്കാനും, ബോണ്ടേജ് ബന്ധനമില്ലാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് വൈരാഗ്യം. ബന്ധമില്ലാത്ത അല്ല, ബന്ധം എന്ന് വെച്ചാൽ അറ്റാച്ച്മെന്റ് വേണം. ബന്ധനമില്ലാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ശരിക്ക് ബോണ്ടേജ് ഇല്ലാത്ത അവസ്ഥ. ഈ ബോണ്ടേജ് ഇല്ലാതെ അതുപോലെ തന്നെ ശാസ്ത്രബോധത്തോടു കൂടി ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാനാണ്
യഥാർത്ഥത്തില് ഈ പുരാണങ്ങൾ. ഈ പുരാണങ്ങളുടെ വിഷയങ്ങൾ കേൾക്കുമ്പോൾ അതൊരു ചരിത്രമാണെന്ന രീതിയിൽ ഈ യുക്തിവാദികൾ രവിചന്ദ്രനെ പോലെയുള്ളവരൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ശരിക്കൊന്ന് ഉറക്കെ ചിരിക്കാനാ തോന്നുക. കഥാപാത്രത്തെ എടുത്ത് കഥകളെ എടുത്ത് അതിശക്തമായിട്ട് വിമർശിക്കുന്നവർ ശരിക്കും ഭ്രാന്തന്മാരല്ലേ? ഇപ്പോൾ ഒരു കഥ, ഭ്രമരം എന്ന സിനിമാ കഥ എടുത്ത് അതിലകത്ത് ഒരാൾ മുകളിൽ കൂടെ ചാടി ഇപ്പുറത്ത് കൂടെ വരുന്നു, അവരുടെ സംഘടനമൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്റ്റണ്ട് വരുമ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ എന്താ അവസ്ഥ? അതൊരു കഥയിൽ കാണിച്ചിരിക്കുന്നതാണ്. ആറാം തമ്പുരാനിൽ മോഹൻലാലിൻ്റെ അഭിനയത്തിൽ വളരെ ഗംഭീരമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ തെറ്റാണ് എന്ന് പറയുമ്പോൾ ആ കഥാപാത്രമാണ്, അത് കഥയാണെന്ന് പോലും ഉൾക്കൊള്ളാതെയാണ് യുക്തിവാദികൾ അത് ശരിക്ക് വിലയിരുത്തി വിമർശിച്ച് അധിക്ഷേപിച്ച് അവഹേളിച്ച് തമസ്കരിക്കുന്നത്. പക്ഷെ പുരാണത്തിൽ തന്നെ പറയുന്നു ഇത് കഥയാണ്, പുരാണ കഥയാണ്. ആ പുരാണ കഥകൾ ആരുടേതാണ് അത് നിങ്ങൾ അറിയണം. പുരാണ കഥകൾ എന്ന് പറയുന്നത് ആസുരീക സ്വഭാവമുള്ള മനുഷ്യര്, അവരെയാണ് നമ്മൾ അസുരന്മാരെന്ന് പറയുക. അല്ലാണ്ട് അസുരന്മാരെന്ന് പറയുന്ന ഒരു പ്രത്യേക കാറ്റഗറി ഒന്നും ഇല്ല. ആസുരീക സ്വഭാവമുള്ളവരെ അസുരന്മാരെന്ന് പറയും. രാക്ഷസീയ സ്വഭാവമുള്ളവരെ നമ്മൾ രാക്ഷസന്മാരെന്ന് പറയും. ചിത്രീകരിക്കുമ്പോൾ കൊമ്പൻ മീശയും ബാക്കിയെല്ലാം വെച്ച് ചിത്രീകരിച്ചു എന്ന് വരും. ദൈവീക സ്വഭാവമുള്ളവരെ നമ്മൾ അവതാരങ്ങൾ എന്ന് പറയും. പിന്നെ ദേവതമാർ, പ്രകൃതിയിലുള്ള കുറേ പ്രതിഭാസങ്ങളെ, പിന്നെ ഋഷിമാര്, രാജാക്കന്മാര്, സാധാരണ മനുഷ്യര്, ഇവരുടെ കഥകളാണ് പുരാണങ്ങളിലുള്ളത്. അപ്പൊ സാധാരണ മനുഷ്യരുടെ കഥ, രാജാക്കന്മാരുടെ കഥ, ഋഷീശ്വരന്മാരുടെ കഥ, പിന്നെ അസുരന്മാരുടെ കഥ, രാക്ഷസന്മാരുടെ കഥ, ദേവന്മാരുടെ കഥ, പിന്നെ പ്രകൃതി ചൈതന്യത്തിൻ്റെ സിംബോളിക്കായിട്ട് വിവരിക്കുന്ന കഥകൾ. ഈ കഥകളിൽ സൂര്യൻ ഒരു മനുഷ്യനെ പോലെ വരും, ചന്ദ്രൻ ഒരു മനുഷ്യനെ പോലെ വരും, ബുധൻ ഒരു മനുഷ്യനെ പോലെ വരും, ചിലപ്പോൾ പർവ്വതം തന്നെ ഒരു മനുഷ്യനായിട്ട് വരും. പിന്നെ സൃഷ്ടി എന്ന പ്രതിഭാസത്തിനെ നമ്മൾ ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ വിവരിക്കും. സ്ഥിതി എന്ന പ്രതിഭാസത്തെ നമ്മൾ വിഷ്ണുവിൻ്റെ രൂപത്തിൽ വിവരിക്കും. പിന്നെ സംഹാരം എന്ന ശിവന്റെ ശക്തിയെ നമ്മൾ ഇതായിട്ട് വിവരിക്കും. ഇച്ഛാശക്തി മഹാലക്ഷ്മിയായിട്ട്, സമ്പത്തായിട്ട് നമ്മൾ സിംബോളിക്കായിട്ട് പ്രസൻറ്റ് ചെയ്യും. ഇപ്പം ഈ ഭാരതത്തിനെ ഭാരതമാതാവായിട്ട് സിംബോളിക്കായിട്ട് പ്രസൻറ്റ് ചെയ്യാറില്ലേ? ഞാൻ കാനഡയിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ ബസ്സുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പ്രൊട്ടക്റ്റ് മദർ എർത്ത് എന്ന് പറഞ്ഞ. അവിടുത്തെ മുനിസിപ്പൽ ബസ്സിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പ്രൊട്ടക്റ്റ് മദർ എർത്ത് എന്ന്. അപ്പം ഈ ഭൂമിയെ നമ്മൾ മാതാവായിട്ട് കാണുന്ന ഒരു സങ്കല്പമുണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ പറ്റാതെയാണ് ഈ യുക്തിവാദികൾ എന്തൊക്കെയോ കിടന്ന് വിളിച്ചു കൂവുന്നതൊക്കെ. ഇപ്പം ഈ പുരാണങ്ങൾ കഥകളാണെന്നുള്ളത് പോലും അറിയാതെ നമ്മളിപ്പോൾ ഈ സിനിമയിൽ കാണുന്ന കഥകളെക്കുറിച്ചൊക്കെ നിശിതമായിട്ട് വിമർശിച്ചിട്ട് മുദ്രാവാക്യം വിളിച്ചു എതിരായിട്ട് കുറേ ക്ലാസ്സൊക്കെ എടുത്തു എന്ന് വിചാരിക്കാം. അത് എത്ര കാലം അതും കൊണ്ട് നടക്കാൻ സാധിക്കും? ഈ രവിചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ ഒരു എഴുതിയിട്ടുണ്ട്, ചന്ദ്രന് എറിഞ്ഞ കല്ല്. ഏതൊരു പുരാണത്തിൽ ചന്ദ്രനെ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ബുധനെറിഞ്ഞ കല്ല്. ആ ബുധന് എന്ന് പറയുന്നത് ഗ്രഹമാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. ആര്യഭട്ടൻ്റെ പുസ്തകം നോക്കിയാൽ മതി, വടേശ്വരാചാര്യൻ്റെ പുസ്തകം നോക്കിയാൽ മതി, ലല്ലാചാര്യൻ്റെ പുസ്തകം. അതായത് AD 499 ആര്യഭട്ടീയം എഴുതിയത്. അതുപോലെ വരാഹമിഹിരാചാര്യൻ്റെ പുസ്തകം പഞ്ചസിദ്ധാന്തിക എഴുതിയത് AD 505. അതേപോലെ ശരിക്കും പറഞ്ഞാൽ ഹോരശാസ്ത്ര ബൃഹജ്ജാതകം, പിന്നെ ഭാസ്കരാചാര്യൻ 1, ഭാസ്കരാചാര്യൻ 2, വടേശ്വരാചാര്യൻ, ലല്ലാചാര്യൻ, ആര്യഭടാചാര്യൻ 2, ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ നോക്കിയാൽ ഈ ഗ്രഹങ്ങളെക്കുറിച്ച് പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പുരാണങ്ങളിൽ അത് കഥാപാത്രത്തിൻ്റെ രൂപത്തിൽ. നമ്മുടെ ഈ ഗ്രീക്ക് ഫിലോസഫിയും ഗ്രീക്ക് മിത്തോളജിയും നോക്കിയാൽ അതിൽ സൂര്യനും ചന്ദ്രനും വീനസും എല്ലാം കാണാൻ സാധിക്കും കഥാപാത്രത്തിൻ്റെ രൂപത്തിൽ. അതുപോലെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ആ കഥകളിൽ നിന്ന് നമ്മൾ എന്താ എടുക്കേണ്ടത്? അതിൽ നിന്ന് സന്ദേശങ്ങൾ എടുക്കാൻ പഠിക്കണം. കഥകളിൽ നിന്ന് സന്ദേശങ്ങൾ എടുക്കാൻ പഠിക്കുമ്പോഴാണ് ശരിക്കും പുരാണത്തിൻ്റെ പ്രയോഗം ഉണ്ടാവുക. ആ കഥകളെ അത് ചരിത്രമായിട്ട് ധരിച്ചാൽ നൂറുകണക്കിന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഖുറാനിൽ ഒരു പക്ഷി
പ്രവാചകന്റെ അടുത്ത് വന്ന് സംസാരിച്ച് നീ അടുത്ത രാജ്യത്തിലെ രാജ്ഞിയെ കീഴടക്കിയിട്ട് നിന്റെ രാജ്യത്തോട് ചേർക്കാന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ചരിത്രമാണ്. ഒരു പക്ഷി സംസാരിക്കുമോ? മുഹമ്മദ് നബിയെ അന്വേഷിച്ചു പോയ ശത്രുക്കളുടെ അടുത്ത് ഒരു പല്ലി വിവരിച്ചു കൊടുത്തു അത്രേ മുഹമ്മദ് നബി ഒരു കിണറ്റിൻ്റെ ഉള്ളിലുണ്ടെന്ന്. ആ പല്ലിയെ തല്ലിക്കൊല്ലുന്നത് പുണ്യമാണ് എന്ന് പറഞ്ഞു. അതൊരു അന്ധവിശ്വാസമാണ്. കാരണം പല്ലി സംസാരിക്കില്ല, പക്ഷെ പ്രവാചകൻ എന്ന് പറയുന്നത് ചരിത്ര പുരുഷനാണ്. അപ്പൊ പക്ഷി സംസാരിക്കലും ഇത് നമ്മൾ കെട്ടുകഥയായി മാറും. അതേ സമയത്ത് നരസിംഹാവതാരം എന്ന് പറയുന്നതും ഹിരണ്യകശിപു എന്ന് പറയുന്നതും പ്രഹ്ലാദൻ എന്ന് പറയുന്നതും അംബരീഷൻ എന്ന് പറയുന്നതും പൃഥു എന്ന് പറയുന്നതും ധ്രുവൻ എന്ന് പറയുന്നതും ഇവരുടെയൊക്കെ കഥകളെന്നാ പറയാം. കപില മഹർഷി, ദേവഹൂതി, കർദമ മഹർഷി, പിന്നെ ജഡഭരതൻ, ഭരതമ്മാൻ, ഇതൊക്കെ കഥാപാത്രങ്ങളാണ്. ഇത് കഥാപാത്രങ്ങളാണ്. ചരിത്രത്തിൻ്റെ ഭാഗം അതിനകത്ത് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. എന്ന് ആലോചിച്ച് നോക്കാം. വടക്കൻ വീരഗാഥ MT വാസുദേവൻ നായർ കഥാരൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ചരിത്രത്തിൻ്റെ ഭാഗം ഉണ്ടാവാം, പക്ഷെ അതൊരു കഥയാണ്. അതേപോലെ തന്നെ പഴശ്ശിരാജ എന്ന സിനിമ ചരിത്രത്തിൻ്റെ ഭാഗമാണ്, പക്ഷെ കഥാരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ധാരാളം ഉണ്ട്. ഈ ബാഹുബലി എന്ന് പറയുന്നത് ത്രേതായുഗത്തിൽ ഗുജറാത്തിൻ്റെ തീരത്തിലുണ്ടായിരുന്ന മാഹിഷ്മതി എന്ന രാജ്യത്തിൻ്റെ കഥാരൂപത്തിലുള്ള അവതരണമാണ്. അതിനകത്ത് എക്സാജറേഷൻ ഇഷ്ടം മാതിരി ഉണ്ടാവാം. ആ എക്സാജറേഷൻ ഉള്ളത് എന്തിനാണ്? ഇത് കഥയാണ്, ചരിത്രമല്ല, ഹിസ്റ്ററി അല്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനാണ് എക്സാജറേഷനും കൂടി കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അറിയാനുള്ളത് പുരാണ കഥകൾ. ഇപ്പൊ പ്രഹ്ലാദന്റെ കഥയിൽ നിന്ന് എന്ത് മനസ്സിലായി? അച്ഛൻ തെറ്റ് ചെയ്യാൻ നിർബന്ധിച്ചിട്ടും മകൻ തെറ്റ് ചെയ്യാൻ കൂടെ നിന്നില്ല. അച്ഛന് മരണത്തിൽ നിന്ന് പോലും ജയിക്കാൻ പാകത്തിനുള്ള വരം കിട്ടിയിട്ടുണ്ട്. പകല് കൊല്ലരുത്, രാത്രി കൊല്ലരുത്, അകത്ത് വെച്ച് കൊല്ലരുത്, പുറത്ത് വെച്ച് കൊല്ലരുത്, ദൈവം ഈശ്വരൻ കൊല്ലരുത്, മനുഷ്യൻ കൊല്ലരുത്, പകല് കൊല്ലരുത്, രാത്രി കൊല്ലരുത്. ഇതൊക്കെ ഒരു കഥയുടെ ആവിഷ്കാരമാണ്. അപ്പോൾ ഹിരണ്യകശിപു വിചാരിച്ചു എന്നെ ഈ ലോകത്തിൽ കൊല്ലാനായിട്ട് ആരും ഇല്ല എന്ന്. പക്ഷെ കൊടുത്തിരിക്കുന്ന നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മനുഷ്യനുമല്ല, ഈശ്വരനുമല്ല, പകലുമല്ല, രാത്രിയല്ല, അകത്തുമല്ല, പുറത്തുമല്ല, ഭൂമിയിലുമല്ല, ആകാശത്തുമല്ല, ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഹിരണ്യകശിപുവിനെ നരസിംഹമൂർത്തി വധിച്ചു. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാനുള്ളത്? ഇത് സംഭവിച്ചതല്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഒന്നാണ്, ഏത് മനുഷ്യനും അവന് മരണത്തിന് അതീതനാവാൻ സാധിക്കില്ല. അവൻ എന്തെല്ലാം അനുഗ്രഹങ്ങളോ എന്തെല്ലാം കപ്പാസിറ്റി ഉണ്ടെങ്കിലും ആലോചിച്ച് നോക്കാം. എത്ര പ്രൊട്ടക്ഷൻ ആയിരുന്നു ഒസാമ ബിൻ ലാദൻ ഉണ്ടായിരുന്നത്? എത്ര പ്രൊട്ടക്ഷൻ ആയിരുന്നു ഗദ്ദാഫിക്ക്, ലിബിയൻ പ്രസിഡന്റിന് ഉണ്ടായിരുന്നത്? എത്രയധികം പ്രൊട്ടക്ഷൻ ആയിരുന്നു സദ്ദാം ഹുസൈൻ ഉണ്ടായിരുന്നത്? അവസാനം ഇവരൊക്കെ പ്രിമച്വർ ഡെത്ത് അല്ലേ? ഒന്നുകിൽ പട്ടാളക്കാർ, അല്ലെങ്കിൽ മിലിറ്ററിക്കാർ, അല്ലെങ്കിൽ ജനങ്ങൾ അവരെയൊക്കെ വലിച്ച് കീറി കൊല്ലുക ചെയ്തത്. അപ്പൊ ശരിക്കും ഒരു ഹുക്കിട്ടോ ഒസാമ ബിൻ ലാദനെ എടുത്ത് കടലിൽ മുക്കി കൊല്ലുക ചെയ്തത്. അതുപോലെ സദ്ദാം ഹുസൈൻ്റെ കഴുത്തിൽ കയറിട്ട് അയാളെ ഒരു പട്ടിയെ പോലെ തൂക്കിക്കൊല്ലുക ചെയ്തത്. പിന്നെ ഗദ്ദാഫി, ലിബിയയിലെ 40 വർഷം പ്രസിഡന്റ് ആളെ മലത്തിൻ്റെ കൂടാരത്തിൽ നിന്ന് വലിച്ചെടുത്ത് നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കി പച്ച ഇറച്ചി വിൽക്കുന്ന കടയിൽ അയാളുടെ ഡെഡ് ബോഡി ഇട്ടു. അതൊരു സത്യ. ഇതിൻ്റെ തന്നെ ഒരു കഥാരൂപത്തിലുള്ള മറ്റൊരു അവതരണ അല്ലേ ശരിക്കും ഹിരണ്യകശിപുവിൻ്റെ മരണം എന്ന് പറയുന്നത്. അപ്പൊ അത് സംഭവിച്ചതാണോ ഇല്ലയോ എന്നുള്ളതിൽ അല്ല ഇമ്പോർട്ടൻസ്. ആ കഥയിൽ നിന്ന് ഞാൻ എന്തു പഠിച്ചു? ധ്രുവന്റെ കഥയിൽ നിന്ന് അച്ഛൻ്റെ മടിയിലിരിക്കൽ അല്ല ജീവിത ലക്ഷ്യം, പരമമായ സത്യത്തെ അന്വേഷിച്ചു പോകലാണ് എന്ന് മനസ്സിലാക്കണം. മഹാബലി ചക്രവർത്തി, ഒരു രാജ്യത്തിൻ്റെ ചക്രവർത്തി, ആര് വന്ന് എന്ത് ചോദിച്ചാലും അവർക്ക് കൊടുക്കുന്ന ഒരു വിശേഷമുള്ളവനാവരുത്. ഒരു രാജ്യത്തിലെ ഭരണാധികാരി ശത്രുക്കളോ മറ്റുള്ളവരോ വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ എടുത്തു കൊടുക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താ? അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ജഡഭരതൻ എത്രയധികം അറിവുള്ള മനുഷ്യനാ. ഒരു സുപ്രഭാതത്തില് രഘുഗണൻ ദേവരാജാവായപ്പോ അയാൾ അഹങ്കരിച്ചു. പക്ഷെ അയാളുടെ അഹങ്കാരത്തെയും നിലയ്ക്ക് നിർത്താൻ ഒരു ബുദ്ധുവിനെ പോലെ, ഇഡിയറ്റിനെ പോലെ പെരുമാറുന്ന ബുദ്ധിമാനായ ജഡഭരതന് സാധിച്ചു. പ്രാചീന ബർഹീസിന്റെ കഥയുണ്ട് ഭാഗവതത്തില്.
നമ്മൾ എന്താ മനസ്സിലാക്കുക? ശരിക്കൊരു എത്രയോ മൃഗങ്ങളെ കൊന്ന് യാഗം ചെയ്ത് സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ച ആളാണ്. ആ പ്രാചീന ബർഹിസിനെ നാരദ മഹർഷി കാണിച്ചു കൊടുത്തു. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വധിച്ച മൃഗങ്ങളെല്ലാം നിങ്ങളെ അവിടെ കാത്തു നിൽക്കുകയാണ്, നിങ്ങളെ കുത്തി കൊന്ന വേദനിപ്പിക്കാനായിട്ട്. ശരിക്കും അതൊരു കഥയാണ്. ആ കഥയിൽ നിന്ന് എന്താ മനസ്സിലാക്കുക? ഒരു കാരണവശാലും മൃഗങ്ങളെ ബലി കൊടുത്ത് യാഗം നടത്തരുത്. ഒരു കാരണവശാലും ഒരു സുപ്രഭാതത്തിൽ ഒരാൾ രാജാവായാൽ അഹങ്കരിക്കരുത്. ബുദ്ധുവിനെ പോലെ പെരുമാറുന്ന എല്ലാവരും ബുദ്ധുക്കളല്ല. അപ്പോൾ അവർ ഇഡിയറ്റുകളല്ല, അവർ ഇന്റലക്ച്വലി ഹൈ ലെവലിലുള്ളവരാണ് എന്ന് തിരിച്ചറിയാനുള്ള. അതുപോലെ അംബരീഷന്റെ കഥ നോക്കാം. വളരെ കഴിവുള്ള ആളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിദ്ധനായിട്ടുള്ള മഹർഷി. ആ മഹർഷി വരുമ്പോഴത്തേക്കും അംബരീഷൻ ഏകാദശി കഴിഞ്ഞ് ദ്വാദശിയുടെ അന്ന് അത് ഭക്ഷണം കൊടുക്കുമ്പോൾ ദുർവാസാവ് എന്ന സിദ്ധനായിട്ടുള്ള മഹർഷി വന്നു. അദ്ദേഹം അഹങ്കരിച്ചുകൊണ്ട് തോന്നിയപ്പോൾ വന്നു, ബാക്കിയുള്ളവർക്ക് ഇദ്ദേഹം ഭക്ഷണം കൊടുത്തു. ആ അഹങ്കാരിയായ സിദ്ധന് ദേഷ്യം കയറി അംബരീഷിനെ ശപിച്ചു. അതൊരു കഥയാണ്, ഒരു കഥ. എന്നിട്ട് കൊലേ കാലികമാര് വന്നു. അവര് അംബരീഷനെ വധിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അംബരീഷനിൽ നിന്നൊരു ചക്രം വന്നു. ഇത് കേട്ടാൽ തന്നെ അറിഞ്ഞൂടെ കഥയാണെന്ന്? ഇത് അംബരീഷൻ എന്ന് പേരായിട്ടുള്ള രാജാവ് എവിടെയെങ്കിലൊക്കെ ഉണ്ടായിന്ന് വരും. പക്ഷെ അംബരീഷന്റെ ഒരു ചരിത്രമല്ല, ചരിതവുമല്ല, അതൊരു കഥയാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പാഠം പഠിക്കാൻ നമുക്ക് സാധിക്കണം. കഥയിൽ തന്നെ നമ്മൾ ഇരുന്നാൽ പറ്റുന്ന അബദ്ധം. 100 കണക്കിന് ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. അപ്പം നമ്മുടെ പുരാണങ്ങൾ വളരെ ലോവർ ലെവലിലുള്ള വ്യക്തികൾക്ക് ഇന്റലക്ച്വലി, അക്കാഡമിക്കലി, സോഷ്യലി, സ്പിരിച്വലി, എക്കണോമിക്കലി ഏത് വേണമെങ്കിൽ എടുത്തോളാം. ലോവർ ലെവലിൽ വരുമ്പോൾ അയാളുടെ അടുത്ത് വലിയ വലിയ തത്വശാസ്ത്രവും വേദത്തിന്റെ മന്ത്രങ്ങളും ഒക്കെ പറഞ്ഞാലൊന്നും അയാൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പം അയാളോട് എന്താ പറയണ്ടേ? അയാളോട് ചെറിയ കഥാരൂപത്തിൽ കാര്യങ്ങൾ പറയാം. ഒരു അമ്പലത്തിൽ ഒരു സന്യാസി വന്നു. എന്നും വഴക്കടിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ സന്യാസിയുടെ അടുത്ത് ചെന്നു. ചോദിച്ചു, ഞങ്ങൾ എന്നും വഴക്കടിക്കുകയാണ്, ഈ വഴക്കില്ലാതെയാക്കാൻ എന്തെങ്കിലും മന്ത്രമോ ചരടോ എന്തെങ്കിലും ജപിച്ചു തരാൻ പറ്റുമോ ചോദിച്ചു. അപ്പം സന്യാസി മറുപടി പറഞ്ഞ എന്താ അറിയോ? നിങ്ങൾ രണ്ടുപേരുടെയും വഴക്കില്ലാതെയാക്കാൻ, നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് ചേർത്ത് ജീവിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മന്ത്രമോ തന്ത്രമോ ഒക്കെ എനിക്കറിയാമായിരുന്നു എങ്കിൽ ഞാൻ സന്യാസിയാവേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. അതൊരു കഥയാണ്, സംഭവിച്ചതൊന്നുമല്ല. പക്ഷെ കഥയ്ക്കകത്തൊരു കാര്യമുണ്ട്. സന്യാസിയുടെ അടുത്തോ ജ്യോതിഷൻ്റെ അടുത്തോ പ്രശ്നം വെക്കുന്നവൻ്റെ അടുത്തോ വാസ്തുവിദ്യക്കാരൻ്റെ അടുത്തോ പോയിട്ടല്ല നമ്മളുടെ പ്രശ്നം പരിഹരിക്കേണ്ടത്. നമ്മളുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് നമ്മളാണ്. മറ്റുള്ളവരെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്തുകൊണ്ടോ ഒന്നും നമ്മളുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല. ഈ ഒരു കഥ പറഞ്ഞ് ആ കഥയിൽ തന്നെ നമ്മൾ കറങ്ങി നടക്കുന്നു എന്ന് വിചാരിക്കാം. ഈ കേരളത്തിലെ യുക്തിവാദികൾ ഇങ്ങനെ ഗതികെട്ട പ്രേതം പോലെ നടക്കേണ്ടി വന്നത് അവരെല്ലാം ഈ കഥകളിൽ കയറി പിടിക്കുന്നു. ഗണപതിയുടെ തല എങ്ങനെയാണ് ആനയുടെ തലയുണ്ടായത്, എന്തൊരു മണ്ടത്തരാണ്, ഇത്രയും ശാസ്ത്രം വളർന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ആരാധിക്കുന്നത്? ആരാധിക്കണമെന്നുള്ളവർ ആരാധിക്കട്ടെ, വേണ്ട എന്നുള്ളവർ വേണ്ട. അത് അവരാരാധിക്കരുതെന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻടോളറൻസ് അല്ലേ, നിങ്ങളുടെ അസഹിഷ്ണുതയല്ലേ? നിങ്ങൾ പറയുന്നത് മാത്രം ശരി, യുക്തിവാദികൾ വിചാരിക്കുന്നത് മാത്രം ശരി, ഉറക്കെ പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് മറ്റുള്ളവർ ഫോളോ ചെയ്യണം. വലിയ പുരോഗമനവാദിയും യുക്തിവാദിയും ആയിരുന്നില്ലേ EMS? അദ്ദേഹം പഴനിയിലേക്ക് പോയിട്ട് ഭാര്യയുടെ കൂട്ടത്തിൽ 3 പ്രദക്ഷിണം വെച്ച് തൊഴുത് നമസ്കരിച്ചാണല്ലോ വന്നേ. ഈ അച്യുതാനന്ദന്റെയും പിണറായി വിജയന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും ഒക്കെ മക്കളും ഭാര്യമാരും നിരന്തരം അമ്പലത്തിലേക്ക് പോകാറുണ്ടല്ലോ. അവനവന്റെ ഭാര്യമാരെയും മക്കളെയും പോലും മാറ്റാൻ പറ്റാത്തവരാണ് ലോകത്തിനെ ഈ നന്മയും യുക്തിവാദവും ഒക്കെ പഠിപ്പിക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. ഇതാണ് യുക്തിരാഹിത്യവും വിരോധാഭാസവും എന്ന് പറയുന്നത്. ഈ പുരാണ കഥകളിൽ നിന്ന് നമുക്ക് പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ളത് ലളിതമായ കാര്യങ്ങളാണ്. ഒരു കഥ നമ്മൾ സ്കൂളിലോ നമ്മുടെ കുട്ടികൾക്കോ മറ്റുള്ളവർക്കോ പറഞ്ഞു കൊടുക്കുമ്പോൾ, ഞാൻ ഇടയ്ക്ക് പറയുകയുണ്ടായി, MBAക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് കഥകളാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞു തന്നത്. ആമയുടെയും മുയലിൻ്റെയും കഥ, പിന്നെ സിംഹത്തിൻ്റെയും മുയലിൻ്റെയും കഥ. ഓരോ കഥകളിലൂടെ ഒരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളാണ് MBAക്ക് പഠിപ്പിച്ചത്. ചെറിയ ഓർഡിനറി സ്കൂളിലെയും കോളേജിലെയും MBA ഒന്നും ആയിരുന്നില്ല. ICFA ബിസിനസ് സ്കൂളിലെ IBSകാരുടെ വളരെ ക്വാളിറ്റിയുള്ള
ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിലെ MBA നടത്തുന്ന സ്ഥാപനങ്ങളിൽ 17th പൊസിഷനിലാണെന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ് 2.5 ലക്ഷം രൂപ ഫീസ് കൊടുത്തിട്ട് ഞാൻ MBA പഠിച്ചത്. അപ്പം ശരിക്കും അതൊരു വലിയ കാര്യമായിട്ട് പറഞ്ഞല്ല, അവിടെയും പഠിപ്പിക്കുന്നത് കഥകൾ തന്നെയാണ്. ആ കഥകളിൽ കയറിയ ആമയും മുയലിൻ്റെയും കഥ ഡോക്ടർ YLN മൂർത്തി എന്ന് പറഞ്ഞ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA എടുത്ത് വന്ന ആൾ പറഞ്ഞ കഥ ആമയുടെ മുയലിൻ്റെയും കഥയാണ്. ഞങ്ങൾ ആദ്യം ചിരിച്ചു, പിന്നെ കൈയടിച്ചു. അത്ര ഗംഭീരമായിരുന്നു അതിലെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ അദ്ദേഹം അവതരിപ്പിച്ചത് കോൺട്രഡിക്ഷൻ അല്ല വേണ്ടത്, കോൺഫ്ലിക്റ്റിംഗ് അല്ല വേണ്ടത്, കൺഫ്യൂഷൻ അല്ല വേണ്ടത്, കോംപ്ലിമെന്റിങ്, കോഓപ്പറേറ്റിംഗ്, കോഎക്സിസ്റ്റിംഗ് ആണ് വേണ്ടത് എന്ന് ആമയുടെയും മുയലിൻ്റെയും കഥയിലൂടെ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. MBA പഠിച്ചവർക്ക് എടുത്തതാണ് ഈ കഥ. അപ്പൊ പിന്നെ പുരാണത്തിലെ കഥകൾ അതിൽ നിന്ന് സന്ദേശം എടുക്കാനുള്ളതല്ലേ? അതിനെതിരെ കിടന്ന് ഒച്ചയെടുക്കുമ്പോഴത്തേക്ക് ഞാൻ പലപ്പോഴും വിചാരിക്കാറുള്ളത് ഒന്നും മനസ്സിലാവാത്തവൻ കിടന്ന് ഒച്ചയെടുക്കുക, വല്ലതൊക്കെ മനസ്സിലായവർ സൈലന്റ് ആയിട്ട് പഠിക്കുക, അത്രയൊക്കെ പറ്റുള്ളൂ. ഏതായാലും ഹിരണ്യകശിപുവിൻ്റെയും കംസന്റെയും രാവണന്റെയും ഒക്കെ ഇപ്പോഴത്തെ അവതാരങ്ങളാണ് ഇതിലെ ചില യുക്തിവാദികൾ എന്നെനിക്ക് ശരിക്കും തോന്നാറുള്ളത്. ഞാൻ അംഗീകരിക്കാത്തതും ഞാൻ പഠിക്കാത്തതും ഞാൻ വിശ്വസിക്കാത്തതും ഞാൻ യുക്തി സഹജമെന്ന് പറയാത്തതും എല്ലാം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗം. ചിലപ്പോൾ എനിക്ക് ഇവരുടെ ചില വരികൾ കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ജവഹർലാൽ നെഹ്റു ഒരു മാനസിക ആശുപത്രിയിലേക്ക് പോയി അത്രേ. അതിൽ ഒരു മെൻ്റൽ പേഷ്യൻറ്റിനെ കണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ജവഹർലാൽ നെഹ്റു അയാളോട് പറഞ്ഞു അത്രേ, ഞാൻ ജവഹർലാൽ നെഹ്റു ആണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞു അത്രേ. ആ മാനസിക രോഗി ജവഹർലാൽ നെഹ്റുവിനോട് തിരിച്ചു പറഞ്ഞു അത്രേ, ഞാനും ഇത് തന്നെയാ പറഞ്ഞത്, പക്ഷെ അത് പറഞ്ഞതിന് എന്നെ പിടിച്ചിട്ട് ഈ അകത്തിട്ടിരിക്കുന്നത് എന്ന്. അപ്പൊ ശരിക്കും ഭ്രാന്തന്മാർ ആരാന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ആവശ്യമില്ലാത്തൊരു കാര്യമാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളല്ല, ഇവർ തന്നെ. അപ്പൊ ശരിക്ക് തനി തറ കഥകളെ പിടിച്ച് എടുത്ത് അതിനകത്തുള്ളത് ഇതെങ്ങനെയാണ്, അതെങ്ങനെയാണ്, ബുധനെറിഞ്ഞ കല്ലെങ്ങനെയാണ്, ഇതാണോ യുക്തിവാദികൾ ചിന്തിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട വിഷയം? അഗാധ തലങ്ങളിലേക്ക് വിഷയത്തിൽ ഇറങ്ങിച്ചെന്ന് അതിനകത്തുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അതില്ലാതെയാക്കാനും, അതിനകത്ത് അന്ധവിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ അതില്ലാതെയാക്കാനും, അതിൽ നന്മകൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് നോക്കുന്നതിന് വേണ്ടി വർക്ക് ചെയ്യുന്നതിന് പകരം ഉറക്ക പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവരുമായിട്ടുള്ള ഇവരൊക്കെ വിലസുന്നു. ഏതായാലും ഒരു ഗുണമുണ്ട്, പണ്ടത്തെ മാതിരി ഇപ്പൊ യുക്തിവാദികളില്ല. പവനൻ പോലും രാവിലെ 5 മണിക്ക് ഈ വടക്കങ്കൂർ അമ്പലത്തിന്റെ മുമ്പിൽ തൊഴുന്നത് കണ്ട് പലരും ഫോട്ടോ എടുത്ത് തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പല പുരോഗമനവാദികളും പൂക്കാസ നേതാക്കന്മാരും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും, ഞങ്ങൾ ഇലക്ഷൻ എടുക്കുമ്പോൾ പറയും ഞങ്ങൾ ദൈവവിശ്വാസത്തിനും അമ്പലത്തിലെ ആരാധനയ്ക്കൊന്നും എതിരല്ല. ഇലക്ഷൻ കഴിഞ്ഞാൽ പറയും ഗംഗാനദിയിൽ കുളിക്കരുത് എന്ന് എസ്.എ. ഡാങ്കയോട് പറഞ്ഞ മാതിരി. ഏതായാലും പുരാണങ്ങൾക്കൊരു വലിയ ലക്ഷ്യമുണ്ട്, വലിയൊരു മാർഗമുണ്ട്. കഥകളിലൂടെ നമ്മുടെ ജീവിതത്തെ യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ് ആക്കാൻ മനസ്സിനെ മാറ്റിയിട്ട്, ചിന്തകളെ മാറ്റിയിട്ട്, കർമ്മത്തെ മാറ്റിയിട്ട്, കർമ്മഫലത്തെയും കർമ്മത്തിൻ്റെ പ്രതിഫലത്തെയും മാറ്റിയിട്ട് അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. പ്രണാമം, നമസ്കാരം.